അല്ല, ഞാൻ കേട്ടൊരു അഞ്ചൊരു നസീർ സാറേ, സിനിമ ഇപ്പൊ പൈസ കിട്ടിയില്ല എന്ന് വെച്ചോ, ആ പ്രൊഡ്യൂസർക്ക് വീണ്ടും വില കുറച്ചൊരു പടം ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? ഉണ്ടായിരുന്നു. ആരും വെറുപ്പിക്കില്ല പുള്ളി. ഏത് സമയത്തും എന്നൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇന്നാരും ചെയ്യുന്നു തോന്നില്ല. ഒന്നിനും കുറ്റം പറയില്ല. അതെ, ഒരു ഷർട്ട് കൊണ്ട് കൊടുത്തു, നമ്മൾ തന്നെ പറയും സാറ് കുറച്ചുകൂടെ ഒരു നല്ല ഷർട്ട്. അത് കുഴപ്പമില്ല. ചിലപ്പോ ഒരു പടത്തിലെ ഒരു വിഗ് പലരും ഉപയോഗിച്ച് ഇങ്ങനെ വിഗായിരിക്കും കൊണ്ട് ചിലപ്പോ തലയിൽ വെക്കും. അത് പേനും തലയൊക്കെ ഉള്ള ഞാൻ പറയും, അയ്യോ ഇതെന്താ ഈ വിഗ് വെച്ചോണ്ടിരിക്കുന്നത്? ആ പോട്ട കൊച്ച അതൊക്കെ സാരമില്ല. അത്ര ഉള്ളല്ലേ നിറച്ച് തലയിൽ നിറച്ച് മുടിയുള്ളൊരു നടൻ, എല്ലാം മുടിയുള്ള ഒരാള് വേണ്ട, നിറച്ചു മുടിയ തലയില്. കുഞ്ചേട്ടൻ പറയാൻ തിരുവാഭരണം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ് ശശികുമാർ സാറിന്റെ സംവിധാനം. നസീർ സാറിന് എറ്റ് എ ടൈം 4 പടം 5 പടം ഷൂട്ട് ചെയ്യുന്ന സമയം. ഇപ്പം ഞാനും സാധന എന്ന് പറഞ്ഞൊരു നടി, അന്നത്തെ ഞങ്ങൾ ഒരു അരുവിക്കകത്ത് നിന്നൊരു തോർത്തുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്ന സീനാണ്. അപ്പം അതിനകത്തൊരു പാമ്പുണ്ട്. ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കും, പിന്നെ അതിൽ പാമ്പ് വരും. ഇതാണ് സീൻ. പാമ്പിനെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് 5 രൂപയ്ക്ക് നിന്ന് അന്ന് വാടകയ്ക്ക് കിട്ടും. അതിനെ കൊണ്ടുവന്ന് കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ റിഹേഴ്സലിന് ഞങ്ങൾ രണ്ടും കൂടി പിടിച്ചു. ഈ പാമ്പ് എൻ്റെ കൈയുടെ നേരം ഞാൻ ഇത് വിട്ടുകളഞ്ഞു, തോർത്ത് വിട്ടുകളഞ്ഞു. ശശികുമാർ സാറിനെ ചീത്ത പറഞ്ഞ എൻ്റെ കാര്യം, പാമ്പിൻ്റെ കാര്യമല്ല, നസീർ സാറിൻ്റെ ഷൂട്ടിങ് കോൾ ഷീറ്റ് ഞാൻ എവിടെ പോകും കുഞ്ഞ് എന്നൊക്കെ പറയാം. എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. അപ്പോൾ നസീർ അവിടെ നിങ്ങൾ നോക്കിയിരിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നോക്കി ഒരു പാമ്പിന് സാധനം ഞാൻ ഇങ്ങനെ പിടിച്ചാണ്. പോയതാണോന്നും അറിയത്തില്ല. ഞാൻ പാമ്പിനെ കിട്ടിയ സാധനം ഞാൻ കരയുന്നുണ്ട്. പാമ്പപ്പോഴത്തേക്കും ചത്ത്. കുറച്ച് നസീർ സാർ എഴുന്നേറ്റ് വന്ന്, ശശി ഇന്ന് ആ കുട്ടി ഒന്നും പറയണ്ട, നാളെ രാവിലെ ഞാൻ 7 മണിക്ക് വരും, അപ്പോൾ ഈ ഷോട്ട് എടുക്കാം. ആര് പറയും? ഈ കാലഘട്ടത്തിൽ ആര് പറയും? ഇത്രയും തുറന്നൊരു മനസ്സുള്ളൊരു മനുഷ്യൻ എൻ്റെ അമ്മേ. ഇപ്പം റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആ ഒരു ഓർമ്മകളിൽ പോകുമ്പം ശ്രീലയ ചേച്ചി റെസ്റ്റ് ഹൗസിൽ ഒരു 4 വരി പാടിയാൽ ബാക്കി മുന്നോട്ട് പോകാൻ തോന്നുന്നു. നല്ല പാട്ടുകാരി. പാട്ട് മാത്രമല്ല, റെസ്റ്റോറൻറ്റിലെ ഏറ്റവും എല്ലാം നല്ല നല്ല പാട്ടുകളാണ്. അതന്നെ, അന്നുള്ള പടങ്ങളിലെ എല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാല് അതില് പൗർണമി ചന്ദ്രിക, പാടാത്ത വീണയും പാടുമുണ്ട്, യദുകുല രതിദേവൻ എവിടെയുണ്ട്, പിന്നെ ഒരു കോമഡി പാട്ടുണ്ട് എല്ലാരും കൂടെ ഉള്ളത്. നാണക്കേടായല്ലോ എല്ലാ പാട്ടും ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. ഏതാ ശ്രീലയ ചേച്ചി പാടുന്നത്? എനിക്കിഷ്ടമുള്ള അതിലൊരു പാട്ട് ഏതാണ്? പാടാത്ത വീണയും. ആയിക്കോട്ടെ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. എനിക്ക് ഈ പാട്ടുകളൊക്കെ സാറിന് ഓർമ്മ, നമ്മൾ അറിയാതെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആ സീൻ നമ്മുടെ മനസ്സിലിങ്ങനെ. അതെ, കുറെ പിള്ളേര്, കോളേജ് പിള്ളേരെല്ലാം കൂടെ ഒരു പിക്നിക് പോകുന്നതാണ് കഥ. അതിൽ ഇവർക്കൊരു പേര്, നിങ്ങളുടെ പേരാരാ? ഒരു പുതിയ കുട്ടി. പിന്നെ ഓരോരോ അവരിങ്ങനെ ഞങ്ങൾ ഒരു 10-15 ദിവസം അവിടെ തന്നെ ചുറ്റി ഷൂട്ട്. അപ്പൊ ഇവർ തമ്മിൽ തന്നെ കുറച്ച് പ്രേമങ്ങൾ തുടങ്ങി. ഒറിജിനലായിട്ട് ഒരു മാസത്തോളം അപ്പോഴേക്കും പ്രേമായി. സേലം ഏർക്കാട്ടിൽ എല്ലാവർക്കും ഒരു കൊച്ചു തെറ്റുകൾ. അവര് നോക്കാം. അതില് ശിലാമേഖല രാഘവേട്ടൻ മാത്രം വളരെ സൈലന്റ് ആയിട്ടിരിക്കും. ആ പടത്തിലുണ്ടോ? അതില് വിൻസെന്റ് ഉണ്ട്. അപ്പൊ രാഘവേട്ടനെ ഈ എന്റെ കൂടെയുള്ള മറ്റുള്ള കുട്ടികൾ പറയും, ഈ രാഘവേട്ടനെ എങ്ങനെയൊന്നൊന്ന് നമ്മളൊരു വശത്തോട്ട് കൊണ്ടുവരണമെന്ന്. അപ്പൊ ഞാൻ പറിച്ച് രാഘവേട്ടൻ്റെ അടുക്കപ്പോൾ എന്തൊക്കെ ഉണ്ട് രാഘവേട്ടൻ, പുള്ളി എന്ത് ചെയ്താലും അടുക്കത്തില്ല, പുള്ളി സാത്വികനാണ്.
അന്നും ഗാന്ധിയനാണ്. അന്നും ഗാന്ധിയനാണ്, ഇന്നും ഗാന്ധിയനാണ്. അന്നും ഗാന്ധിയനാണ്, ഇന്നും ഗാന്ധിയനാണ്. ഉറപ്പാണ്, അതെ അതെ. സംശയമൊന്നും ഇല്ല ഇല്ലല്ലോ. ഇല്ല ഇല്ല. എന്നാ അതാ നോക്കിക്കോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഓർമ്മ, ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയ കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച കായൽക്കരയിൽ എന്ന ചിത്രം, അതിൽ അദ്ദേഹമാണ് നായകൻ. നായകൻ വരുന്നത് ഇന്റർവെല്ലിന് ശേഷമാണ് ആ പടത്തിൽ. അതിൽ ഒരു മുഖ്യ കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ തുടക്കത്തിൽ ഉള്ള ആ പടത്തിൽ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അതിനുശേഷം CID നസീർ എന്നുള്ള ചിത്രത്തിൽ ആദ്യത്തെ CID ആയിട്ട് വരുന്നത് ഞാനാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. അതിൽ അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. മദ്രാശിയിൽ എല്ലാവരും ഒരുമിച്ച് മദ്രാശിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഏതായാലും നസീർ സാറിൻ്റെ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടാവും. മരിച്ചുപോയാലും ആത്മാവുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഞാനുണ്ടാവും. എൻ്റെ ഓർമ്മകളിൽ അദ്ദേഹവും. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ.